നീക്കങ്ങൾക്കനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതിൻ്റെ ഒരു പൂർണ്ണരൂപം നമുക്ക് ജനങ്ങളുടെ മനസ്സ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ വരുന്ന ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷനിൽ ഇവിടുത്തെ പല പാർട്ടികളും അപ്രത്യക്ഷമാവും. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പുകളുടെ ഒരു കോലാഹല മേഖലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നതും ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിലയുണ്ടോ എന്നെല്ലാം ചിന്തിക്കുന്നതും സാധാരണക്കാർ അവരുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതുമായ സമയമാണ്. ശരിക്കും ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള പാർട്ടിയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അഥവാ NCP. അജിത് പവാർ വിഭാഗം നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ യഥാർത്ഥ NCP എന്ന് പറയുന്ന പാർട്ടിയുടെ NCPയുടെ കേരളത്തിന്റെ അമരക്കാരനായ സംസ്ഥാന പ്രസിഡന്റായ വിവിധ സന്നദ്ധ സാമൂഹ്യ സംഘടനകളുടെ ചെയർമാനെല്ലാമായ NA മുഹമ്മദ് കുട്ടിയാണ് ഇന്നത്തെ നമ്മുടെ നിലപാട്ടിലെ അതിഥി. നമസ്കാരം സാർ. നമസ്കാരം. കേരളം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേരളം വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കല്ല പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ മലീമസമായ ഒരു അന്തരീക്ഷം എന്ന് നിഷ്പക്ഷരായ ആളുകൾ എല്ലാം പറയുന്ന ഒരു സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, രാഷ്ട്രീയ അവസ്ഥ ശരിക്കും എന്താണ്? ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ കേരളത്തിൽ LDF UDF മാറി മാറി വരുന്ന ഒരു സമ്പ്രദായമാണല്ലോ ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് വ്യത്യസ്തമായ ഒരു മാറ്റം ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യമാണ്. കാരണം ഒരു തുടർ ഭരണം വന്നു. ഇപ്പം ആ തുടർ ഭരണം വീണ്ടും മൂന്നാമത്തേതിലേക്ക് കടക്കുമെന്നുള്ള ചിന്തയിലാണ് LDF ഇരിക്കുന്നത്. അതുണ്ടാവില്ല എന്നുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് UDF പോകുന്നത്. BJP അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളായിട്ട് നടക്കുന്നു. ശരിക്കു പറഞ്ഞാൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ പറ്റി ശരിക്കും പ്രവചിക്കുന്നെങ്കിൽ ഈ വരുന്ന മുനിസിപ്പൽ പഞ്ചായത്തുകളുടെ ഇലക്ഷൻ്റെ റിസൾട്ട് കൂടി നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. കാരണം ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നൊരു ചതുരംഗ കളി പോലെ, ചെസ് കളിക്കുന്ന പോലെയാണ്. അത് അവസാന ചെക്ക്മേറ്റ് വന്നിട്ടുള്ളതിൽ വരുന്ന ഒരു സമയം വരുമ്പോഴും ഒട്ടനവധി നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. പലപ്പോഴും പല നീക്കങ്ങളും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിട്ട് വരാം. എപ്പോഴാണ് കാലാൾപ്പട പോകുന്നത്, എപ്പോഴാണ് മന്ത്രി വരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്കനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണരൂപം നമുക്ക് ജനങ്ങളുടെ മനസ്സ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് രാഷ്ട്രീയമായ അന്തരീക്ഷത്തെക്കുറിച്ച് അറിയാം. ഇപ്പം തന്നെ ഇപ്പോൾ ശബരിമല ഇഷ്യൂസൊക്കെ വന്നപ്പോൾ വിഷയങ്ങളുണ്ടായി. അതിന് മുമ്പ് മറ്റുള്ള ചില വിഷയങ്ങളുണ്ടായി. കോൺഗ്രസിനകത്തുള്ള ചില വിവാദങ്ങളും പ്രശ്നങ്ങളുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ശബരിമല. അപ്പൊ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വരും, പരസ്പര പല മാറ്റങ്ങളും ഡെയിലി ഓരോ പ്രശ്നങ്ങൾ വരും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞൊരു ഒരു ചതുരംഗക്കളിയുടെ ആ ഒരു ഭൂമിക്കേണ്ടായിരുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചിലപ്പോൾ പല ഘട്ടത്തിലും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ ഘടകകക്ഷിയെ പോലെ തന്നെയായിരുന്നു പൊതുവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടിരുന്നത്. കാരണം മഹാരാഷ്ട്രയിൽ ഇന്ത്യക്കൊപ്പമാണ്, മറ്റ് പല സംസ്ഥാനങ്ങളിലും മറ്റ് പല ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ മറ്റു പല മുന്നണികൾക്കൊപ്പമാണ്. ഒരു സമയത്ത് കേരളത്തിൽ അതോടൊപ്പം ഈ സമയം തന്നെ LDF-നോടൊപ്പമായിരുന്നു. ഇതെങ്ങനെയാണ് ഈ ഒരു സ്റ്റൈൽ വരിക? ഇങ്ങനെ പൊതുവിൽ കാണാറില്ലാത്ത രീതിയാണ്. അല്ല, കേരളത്തിൻ്റെ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ മുസ്ലിം ലീഗിനെതിരെ നിൽക്കുന്ന CPM തമിഴ്നാട്ടിലും പോലെ ഒരുമിച്ചാണ് അവിടെ കഴിഞ്ഞ ഇലക്ഷനിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ആ ഗവൺമെൻറ് ഭാഗമായിട്ട് ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ SDPയോട് എതിരെ നിൽക്കുന്ന CPM ഇവിടെ കർണാടകയിൽ കഴിഞ്ഞ ഇലക്ഷനിൽ അവരുമായി ചേർന്നിട്ട് ചില വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ ഇന്ന് വ്യത്യസ്തമായ പല രൂപീകരണങ്ങൾ പലയിടത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ട പ്രശ്നമുണ്ട്.
ഇപ്പൊ NCPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ മാത്രമാണ് അത്തരത്തിൽ ഒരു സഖ്യമുള്ളത്. ഇപ്പോൾ ഡൽഹി ഇലക്ഷനിൽ 2 സീറ്റ് NCPക്ക് BJP തരാമെന്ന് പറഞ്ഞു NDAയുടെ ഭാഗമായിട്ട്. വേണ്ടെന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് മത്സരിച്ചു. കാശ്മീരിലും ഒറ്റയ്ക്ക് മത്സരിച്ചു. ഇപ്പൊ ഈ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോലും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. NCP തന്നെ മത്സരിക്കുകയാണ്. അവിടെയും NDAയുടെ കൂടെ മത്സരിക്കാൻ കുറച്ചും സീറ്റ് കിട്ടാനും ഒരു മുന്നണിയാകുമ്പോൾ കുറച്ചുകൂടി ജയസാധ്യതകളുണ്ട്. പക്ഷെ അത് വേണ്ട എന്നുള്ള തീരുമാനമാണ്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്ത നിലപാടുണ്ട്. ഇവിടുത്തെ നിലപാടെന്ന് പറഞ്ഞാൽ നമ്മളത് പറയുമ്പോൾ ഇന്ന് മാത്രമല്ല, ഇത് NCPയുടെ സ്ഥാപക നേതാക്കളായിരുന്ന ശരത് പവാറും താരിഖ് അൻവറും അതുപോലെ തന്നെ സാങ്മ, ഇവർ 3 പേരും കൂടിയിട്ടാണ് പാർട്ടി ഉണ്ടാക്കിയത്. ആ സാങ്മ മേഘാലയയിൽ നേരത്തെ NCP എന്ന പേരിൽ തന്നെ BJPയുമായി സഖ്യത്തിൽ അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് ഇവിടെ LDFന്റെ ഭാഗമാണ്. അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പീതാംബരം മാഷ് ഉണ്ടായിരുന്നു, ഉഴൂർ വിജയനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണുള്ളത്? പക്ഷെ ഞങ്ങളിപ്പോ ഓൾറെഡി LDFന്റെ ഭാഗമായിരുന്നു. ഇവിടെ കോൺഗ്രസ് NCP ആയപ്പോൾ പഴയ കോൺഗ്രസ് ഓൾറെഡി LDF ആയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് പോരണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളും LDFൽ തന്നെ തുടർന്നുള്ള എനിക്ക് ആഗ്രഹം ലെറ്റർ കൊടുത്തപ്പോൾ ഒരു ആക്ഷനൊന്നും ഉണ്ടായില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ആളുകൾക്ക് ഒന്നുകിൽ UDFന്റെ കൂടെ പോവാം, അല്ലെങ്കിൽ LDFന്റെ കൂടെ പോവാം. കാരണം എന്താ, എല്ലാവരും പഴയ കോൺഗ്രസ് എസിൽ നിന്ന് വന്നവരാണ് ഈ NCPക്കാര്. അതേപോലെ പിന്നീട് കരുണാകരൻ DIC ഉണ്ടാക്കിയപ്പോൾ ആ DIC NCP ആയിട്ടില്ലായിരുന്നു വന്നപ്പോൾ അങ്ങനെ DIC വന്ന കോൺഗ്രസ്സുകാരാണ് ഉള്ളത്. അപ്പൊ ഇതിലുള്ള ഒട്ടുമിക്കവാറും ആളുകളൊക്കെ കോൺഗ്രസ് ബേസിൽ നിന്ന് വന്നവരും എന്നാൽ LDFന്റെ കൂടെ സഹകരിച്ച് മുന്നോട്ട് യാത്ര ചെയ്തിട്ടുള്ളവരാണ്. ഇതാണ് ഇതിലുള്ള ആളുകളെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഈ പാർട്ടിക്കകത്തുള്ള ആളുകൾക്കൊന്നും NDAയുമായിട്ട് നിൽക്കുന്നതിന് താല്പര്യത്തിൽ ഉള്ളവരല്ല. അതാണ് പാർട്ടിയിലോട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങള് ഈ പറയുന്ന ഒരു മുന്നണിയിലും ഇല്ലാതെ വ്യത്യസ്തമായിട്ട് തന്നെ നിലകൊണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ പോകുന്നത്. തീർച്ചയായും ഇപ്പോ സ്വാഭാവികമായിട്ടും ഈ NCP എപ്പോഴും വാർത്തകൾ, കേരളത്തിലെ സർക്കിളിൽ വാർത്തകളിലൊക്കെ നിറഞ്ഞിരുന്ന, ദേശീയ തലത്തിലൊക്കെ ഈ അടുത്ത കാലത്ത് നിറഞ്ഞു നിന്നതിന് നിങ്ങളുടെ ഔദ്യോഗിക ചിഹ്നം, അതുപോലെ തന്നെ പതാക, പേര്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോ താങ്കൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഔദ്യോഗികമായ ക്ലോക്ക് ചിഹ്നത്തിൽ ഔദ്യോഗിക പതാകയും പേരുമായി മത്സരിച്ചു കഴിയുമ്പോൾ NCPക്കാരായി ഇത്രയും കാലം നിന്നിരുന്നവർ കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ പൊതുവിൽ LDF അനുകൂലികളായിരുന്നു. അപ്പം അത് ശരിക്കും വരാൻ പോകുന്ന ഔദ്യോഗികമായ LDFന് ശരിക്കും ഒരു വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അല്ല, ഞങ്ങളിപ്പോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ NCP എന്ന നിലയ്ക്ക് നിന്നുകൊണ്ട് ആരുമായും സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനമാണ്. ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആരുമായും ഈ പരസ്പര സഹായത്തിൽ ഇല്ല. ഇവിടെ ഞങ്ങൾക്ക് SDP എന്നോ BJP എന്നോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി എന്നോ അല്ലെങ്കിൽ PDP എന്നോ അതുപോലെ മറ്റേത് പാർട്ടികളുമായിട്ടും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ലോക്കലായിട്ട് വരുന്നതാണ്. അതിലൊരു പൊളിറ്റിക്കൽ ഇതല്ല കൂടുതൽ വരുന്നത്. അവിടെ ഇൻഡിവിജ്വൽസിന്റെ കഴിവനുസരിച്ചാണ് കൂടുതൽ, ഇൻഡിപെൻഡൻസിന് എത്ര പേര് ജയിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതുപോലെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റ് നേടാനാവുന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ ആരുമായിട്ടും ഒരു സഖ്യത്തിന് ഇപ്പോൾ ശ്രമിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ, യുവാക്കൾ വലിയ തോതിൽ ആഗ്രഹിക്കുന്നതാണ്, പ്രത്യേകിച്ച് സ്വതന്ത്രമായിട്ടൊക്കെ തന്നെ മത്സരിക്കാമെന്ന് തീരുമാനിക്കുന്നവരാണ്. അത്തരത്തില് NCP പോലുള്ള പാർട്ടികളൊക്കെ ഇത്തരത്തിൽ മുന്നോട്ട് വരുമ്പോൾ അത് അവർക്ക് ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി ആകുന്ന സാഹചര്യത്തിലേക്ക് വരും. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഏതെല്ലാം സ്ഥലങ്ങളിലെ വാർഡിലെ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാലും മുഖ്യധാര ഇതിലുള്ള പാർട്ടികൾ ഇപ്പൊ 3 മുന്നണികളാണ് ഉള്ളത്. അപ്പൊ അതിൽ പെടാത്ത ചില ആളുകളുണ്ട്, അവരൊറ്റയ്ക്ക് SDP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അപ്പൊ അത്തരം നോക്കിയാൽ 3-4 കാൻഡിഡേറ്റ് കൂടുതൽ വാർഡിൽ വരാൻ പാടില്ല. പക്ഷെ 8, 9, 10 കാൻഡിഡേറ്റ്സ് വരുന്നുണ്ടല്ലോ. സീറ്റ് കിട്ടാത്തവരും സ്വതന്ത്രമായിട്ടുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ അപ്പം അങ്ങനത്തെ ആളുകൾ നമുക്ക് പറ്റുന്ന, നമ്മുടെ ആശയവുമായി ചേർന്ന് പോകുന്ന, കേരളത്തിനെ നല്ലതിലേക്ക് എത്തിക്കാൻ ഉതകുന്ന തീരുമാനം എടുക്കുന്ന ഗ്രാമസ്വരാജിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായിട്ട് അതിൽ വരുന്ന ആർക്കുവേണ്ടി നമുക്ക് സഹകരിക്കാം, അവരെ നമുക്ക് സ്ഥാനാർത്ഥികളായിട്ട് എടുക്കുന്നതിന് അതായിരിക്കും നമ്മൾ. അത് തികച്ചും തുറന്നൊരു നിലപാടാണ്. സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി പറയാത്തൊരു നിലപാടാണ്. കാരണം
ഉദ്ദേശിക്കുന്ന ആശയത്തോടൊപ്പം, നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആശയത്തോടൊപ്പം നിൽക്കുന്നവരെ പൂർണ്ണ തോതിൽ ഉൾക്കൊള്ളാമെന്നുള്ള തീരുമാനം വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അല്ല, കാരണം ഗ്രാമസ്വരാജ് എന്ന ആശയം നടപ്പിലാക്കൽ ഇവിടെ അനിവാര്യമായിരിക്കുന്നു. ഇപ്പൊ ഗ്രാമസ്വരാജ് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഗവൺമെന്റിൽ ഇപ്പൊ 21 മിനിസ്റ്റേഴ്സിന്റെ ആവശ്യമില്ല, 11-12 മിനിസ്റ്റേഴ്സിന്റെ ആവശ്യമില്ല. ഡിപ്പാർട്ട്മെന്റ്സിൽ പലതും ഇന്ന് ഗ്രാമത്തിന്റെ ഭാഗമായിട്ടുള്ള UP ഗവൺമെന്റ് കാലത്ത് പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നെങ്കിലും പിൽക്കാലത്ത് പിന്നീട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ അധികാരങ്ങൾ പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ട് തിരിച്ചെടുക്കലുണ്ടായിരുന്നു. അന്ന് 100 ചില്ലാനും ബാറുണ്ടായിരുന്നു, ഇപ്പൊ 1000 ബാറായിരുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമല്ല. അതുപോലെയുള്ള പലതും ഈ താഴെത്തട്ടിൽ കൊടുത്ത് തിരിച്ചെടുത്തിരിക്കുകയാണ്. ഈ ഗ്രാമസ്വരാജ് എന്ന് പറയുന്നതിനെ ശരിക്ക് എനിക്കൊരു ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് NCP ഇപ്പം ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഗ്രാമസ്വരാജ് എന്നുള്ള താഴെത്തട്ടിലേക്ക് കൊടുക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനുകൾ കാണുന്നത്. കാരണം ഇപ്പൊ ലോക്സഭ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ നിയമനിർമ്മാണ സഭയാണ്, നിയമസഭ എന്ന് പറയുമ്പോൾ സംസ്ഥാന തലത്തിൽ നിയമനിർമ്മാണ സഭയാണ്. അവിടെ എലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അവിടെ നേരിടുന്നത്. അവരാണ് ആ റോള് അഭിനയിക്കുന്നത്. മനസ്സിലായി? പക്ഷെ ഗ്രമസഭ അതല്ല. ഒരു വോട്ടേഴ്സിന്റെ, ഒരു വാർഡിലെ വോട്ടേഴ്സിന്റെ 30% പങ്കെടുക്കുന്ന ഒരു ഗ്രാമസഭയിലാണ് അവിടുത്തെ ആ സഭയുടെ, വാർഡ് സഭയിലെ ആ വാർഡിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരാണ്. പക്ഷെ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പറോ 3-4 ആൾ കൂടി ഒരു മീറ്റിംഗ് എവിടെയും കൂടും. എന്നിട്ട് ഈ 30% ആളുകൾ പങ്കെടുക്കുന്നത് അറിയാൻ വേണ്ടി തൊഴിലുറപ്പുകാരും അല്ലെങ്കിൽ കുടുംബശ്രീക്കാരും ബാക്കിയുള്ളവരും ഒപ്പിടിച്ചു കൊണ്ടുപോകണം. അവർ നടത്തും. അപ്പോൾ ഡയറക്റ്റ് നമുക്കെല്ലാം ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സഭയാണ് ഗ്രാമസഭ എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവിടെയാണ് ആ ബേസിക് ആയിട്ടുള്ള റിഫോർമെന്റ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പോകുന്നത്. ഇത് അവഗണിക്കുകയാണ്. അത് നിലവിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജി വിഭാവനം ചെയ്ത ആ ഗ്രാമ സ്വരാജിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മുന്നോട്ടെടുക്കുന്നതും അതിനുള്ള ചില പ്രവർത്തനങ്ങളോട്ട്. പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾ ഈ കാര്യം അറിയരുത് എന്നാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്, പ്രധാനികൾ എന്ന് പറയപ്പെടുന്നത്. NCP തികച്ചും വിഭിന്നമായ അല്ലെങ്കിൽ നാടിന് ആവശ്യമായ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ചൂട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആനുകാലികമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ തുടർച്ചയായി LDFന്റെ വിജയം, മൂന്നാമതും കൂടി LDF അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായ UDFന്റെ അവസ്ഥ അതിപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മൂന്നാമതും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ LDFും അത് തകർച്ചയിലേക്ക് പോകും, UDFിലും തകർച്ച ഉണ്ടാവുമെന്നാണ് മൊത്തത്തിൽ പറയപ്പെടുന്നത്. കാരണം ഈ കണ്ടിന്യൂറ്റി എപ്പോഴും ഏത് സർക്കാരുകൾക്കും അതിന് കൂടുതൽ ഏത് അധികാരം ഉപയോഗിക്കുന്നതിനും ബാക്കിയുള്ളതിനൊരു ഇതിലേക്ക് ഒരു ഏകാധിപത്യത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ചിന്ത വേൾഡ് ഓവർ, ഞാനിപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ മാത്രം കാര്യങ്ങളല്ല, അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കറക്ഷൻ എപ്പോഴും ആവശ്യം. കേരളത്തിൽ ഉണ്ടായിരുന്നു, ഒരു ഗവൺമെന്റ് കഴിഞ്ഞാൽ അടുത്ത വേറെ ഗവൺമെന്റ് എന്നുള്ള മാറി മാറി വന്നിരുന്നു. അപ്പോൾ അതിൽ മാറ്റം പിന്നെ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഈ ഏകാധിപത്യ പ്രവണത കൂടുമെന്നുള്ളത് മാത്രമാണ് ഈ കണ്ടിന്യൂറ്റി വരുമ്പോഴൊരു പ്രശ്നം. അതെല്ലാം പിന്നീട് തകർച്ചയിലേക്ക് പോയിട്ടുണ്ട്. ചരിത്രം എടുത്താൽ നമുക്ക് മനസ്സിലാക്കുന്നു. തീർച്ചയായും തുടർച്ചയായി വരുന്ന ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റുകൾ മാറി മാറി വരുന്ന സർക്കാരുകൾ എന്നുള്ളതായിരുന്നു കേരളത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ. പലപ്പോഴും തമിഴ്നാട്ടിൽ ഈ അടുത്ത് പിന്നെ അങ്ങനെയാണ് മാറ്റങ്ങൾ വന്നത്. അപ്പൊ അങ്ങനെ സർക്കാരുകൾ മാറി മാറി വരുന്ന സംവിധാനം മാറിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഭരണകക്ഷിയായ CPM ഇപ്പോൾ BJP ആയിട്ട് അല്ലെങ്കിൽ BJP നേതൃത്വങ്ങളുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ തെളിവുകളാണല്ലോ. ഇപ്പൊ പിണറായി വിജയൻ മറ്റാരും അസുഖമായി കിടന്നാൽ സന്ദർശിക്കുന്നതിനോട് വലിയ താല്പര്യം കാണിക്കുന്നില്ല. അമിത്ഷായ്ക്ക് സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ ചെന്നില്ലെങ്കിൽ സമാധാനമില്ലാത്ത ഒരവസ്ഥ. ഡൽഹിയിലെ നരേന്ദ്രമോദിനെയും അതുപോലെ തന്നെ നമ്മുടെ ഗതാഗത മന്ത്രി ഗഡ്കരിനെയൊക്കെ കാണാൻ പോകാൻ ഇല്ലാത്ത ആഗ്രഹം. ഈ യാത്രകളിലെല്ലാം മറ്റേത് മന്ത്രിമാരെ ഒഴിവാക്കിയാലും മരുമകൻ എന്ന് പറയുന്നതോടൊപ്പം തന്നെ പൊതുമരാമത്ത് മന്ത്രിയായ റിയാസിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോക്ക്, അമിത്ഷായുള്ള കൂടിക്കാഴ്ച, നിർമ്മലാ സീതാരാമനെ കാണുന്നു, പ്രധാനമന്ത്രിയെ കാണുന്നു. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ കാണുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം അതൊരു ആധികാരികമായ കാര്യം. പക്ഷേ ഇതിനൊരു അമിത പ്രാധാന്യം അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ BJPയുമായിട്ട് അടുക്കുന്നു എന്നുള്ള കാര്യം. ഇന്നിപ്പോ വർത്തമാന പത്രങ്ങളിൽ പല രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറഞ്ഞത് വരാൻ പോകുന്ന ദ്വാരപാലക ശില്പം മോഷ്ടിച്ച സംഭവത്തില് ശബരിമലയിൽ നടന്ന അട്ടിമറിയെ സംബന്ധിച്ച് CBI അന്വേഷണം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പോയി
സെറ്റിലാക്കി പോയതാണെന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതെത്രത്തോളം ഇതാകുന്നു? ഇല്ല, അതിലങ്ങനെ ഞാൻ അങ്ങനെ കാണുന്നില്ല. കാരണം എന്താണെങ്കിൽ ഒരു ഗവൺമെന്റ് തീർച്ചയായും ഇന്ന് കേന്ദ്രത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത്. പഴയ പോലെയുള്ള സെയിൽസ് ടാക്സ് നേരിട്ട് കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമൊന്നുമില്ല. GST വന്നപ്പോൾ എല്ലാം തിരിച്ചെടുക്കുന്നതും അവിടെ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സർക്കാരിന് തീർച്ചയായും ഈ ഇലക്ഷൻ വരുന്നതിന് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതുണ്ട്. അത് ചെയ്തു തീർന്നു. ഒന്ന് ഗഡ്കരിയെ കണ്ടിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ ഇനോഗ്രേഷനും അതുപോലത്തെ പ്രവർത്തനവും ബാക്കിയൊക്കെ മാക്സിമം വോട്ട് നേടണമെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തെന്ന് കാണിക്കുന്നത്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടിട്ടുള്ളതിലും അതിലും ഇത്തരത്തിലുള്ള ഈ അവിടെ നിന്നുള്ള കോൺട്രിബ്യൂഷൻ കിട്ടുന്ന എന്നുള്ള പേഴ്സൻറ്റേജ് കൂട്ടുന്നതിലുള്ള പ്രശ്നങ്ങളുണ്ട്. GSTയുടെ വരവ് കുറഞ്ഞതുകൊണ്ട്. അപ്പോൾ അതിലൊന്നും നമ്മൾ അതിൽ രാഷ്ട്രീയം കാണരുതെന്ന് ഞാൻ പറയുന്നത്. കാരണം ഈ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധങ്ങൾ തീർച്ചയായിട്ടും മന്ത്രിതല അതിൽ പൊളിറ്റിക്സ് കാണാത്ത ഒരാളാണ്. കാരണം ഇപ്പോൾ നമ്മൾ മറിച്ച് ചിന്തിക്കണം. പൊളിറ്റിക്സ് തീർച്ചയായും അതിൻ്റെ ആ 4 അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് സർക്കാരാണ്. ഒരു സർക്കാർ സെൻട്രൽ ഗവൺമെൻറ്റിലെ തീർച്ചയായിട്ടും ആ വകുപ്പ് മന്ത്രികളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനിവാര്യമാണ്. അതിൽ മറ്റൊരു രാഷ്ട്രീയം കലർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു ഡെവലപ്മെൻറ്റൽ അജണ്ടയിൽ നമ്മൾ പോകുന്ന ഒരു സ്റ്റേറ്റിൻ്റെ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അതിനും അപ്പുറം ചിന്തിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. മറ്റൊരു രാഷ്ട്രീയക്കാരനേക്കാൾ വ്യത്യസ്തമായി, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനേക്കാൾ വ്യത്യസ്തമായി തികച്ചും ഉള്ളിലേക്ക് പോയുള്ള അതിന്റെ കാതലിൽ നിന്നാണ് താങ്കൾ സംസാരിക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുപോലുള്ള തെരഞ്ഞെടുപ്പുകൾ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞു പോയ ഈ സമയത്ത് ചെറുകിട പാർട്ടികൾ, അല്ലെങ്കിൽ ചെറുകിട എന്ന് പറയാൻ കൊള്ളില്ല എങ്കിൽ പോലും ചെറിയ കക്ഷികളായ ജനതാദള്, അതുപോലെ തന്നെ ഈ ആന്റണി രാജു, കേരള കോൺഗ്രസിന്റെ വിവിധ ഘടകങ്ങള്, PDP, അതുപോലെ കടന്നപ്പള്ളിയുടെ കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടി, ഇത്തരത്തിലുള്ള പാർട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ്? ഈ വരുന്ന ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷനിൽ ഇവിടുത്തെ പല പാർട്ടികളും അപ്രത്യക്ഷമാണ്. ഒരു സംശയമാണ്. കാരണം ഇപ്പോൾ കടന്നപ്പള്ളിയെ സംബന്ധിച്ച് അദ്ദേഹം പഴയ നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു വൈഡ് ബേസൊന്നുമില്ല. CPM തീർച്ചയായും കണ്ണൂർ മത്സരിക്കുന്നു ജയിക്കുന്നുള്ളതല്ലാതെ ഇനി വീണ്ടും ആ കണ്ണൂർ ചിലപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാന്നില്ലെങ്കിൽ തീർച്ചയായും അവിടെ അതിനകത്ത് ഇപ്പോൾ ഉള്ള ആളുകൾ ഭരണത്തിലിരിക്കുന്ന ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾ കൂടെ ഉണ്ടാവും. അല്ലാത്തൊരു ഉണ്ടാവില്ല. കാരണം കോൺഗ്രസ് എസിൽ നിന്നുള്ള ഒട്ടുമിക്ക ആളുകൾ NCP എന്ന് വന്നു കഴിഞ്ഞു. കടന്നപ്പള്ളിയുടെ ആ ഒരു ഇതിൽ കുറച്ച് ആളുകൾ മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ആന്റണി രാജു അതുപോലെ ആണെങ്കിൽ ഈ ബേസ് ഇല്ലാത്തൊരു പാർട്ടി, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ മാത്രം അദ്ദേഹം മത്സരിച്ചൊരു മന്ത്രി അങ്ങനെ കൊണ്ടു നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ മറ്റുള്ള ജില്ലകളിലുള്ള ഈ ആളുകളൊക്കെ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. പാർട്ടി ബേസൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ കോവൂർ കുഞ്ഞുമോൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്താണ് CPMന്റെ അദ്ദേഹം ഒരു MLA, ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള ബേസ് ഇല്ല. അപ്പോൾ അത്തരം പാർട്ടികളൊക്കെ ഇതോടുകൂടി അവർക്ക് സീറ്റ് കിട്ടിയില്ല, മത്സരിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്രത്യക്ഷമാകും. അതിൽ യാതൊരു സംശയമില്ല. അത് അങ്ങനത്തെ പല പാർട്ടികളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ JDSന്റെ കാര്യമാണെങ്കിലും JDUവിൻ്റെ കാര്യത്താലും ബാക്കിയും അതിലൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. ഈ INL-ആണെങ്കിലും 2 ചെയ്തു. അവർക്കൊന്നും ചില സ്ഥലങ്ങളിൽ കുറച്ച് ആളുകളുടെ അതിനപ്പുറം ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. അതന്നെയാണ് NCP SP-യുടെയും പ്രശ്നം വരാൻ പോകുന്നത്. ഇപ്പം മന്ത്രികളിലുകൊണ്ട് കുറച്ച് പേര് നിൽക്കുന്നു എന്നല്ലാതെ അവർക്ക് വീണ്ടും വരുമ്പോൾ പ്രശ്നങ്ങളാണ്. ശരിക്കും ഇത്തരത്തിൽ ചോദിച്ചപ്പോൾ വിട്ടുപോയതല്ല എങ്കിൽ പോലും കുറച്ചു നാളെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ചർച്ച എന്ന് പറയുന്ന അനക്കിയ തന്ത്രശാലിയായ PV അൻവർ, അദ്ദേഹത്തിന്റെ TMC അങ്ങനെയുള്ള പ്രഖ്യാപനം തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? അത് ആ PV അൻവറിന്റെയും അതുപോലുള്ള ഭാവി എങ്ങനെയൊക്കെയാണ്? അല്ല, അതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ NCP താരതമ്യം ചെയ്യുകയാണെങ്കിൽ രണ്ട് ദേശീയ പാർട്ടികളാണ്. TMC ആണെങ്കിലും NCP ആണെങ്കിലും. TMCക്ക് അങ്ങനെ ഒരു ബേസ് കേരളത്തിലില്ല. അൻവർ വന്നപ്പോൾ അതിലൂടെ ഒന്നുമല്ല. TMCക്ക് അതിന് മുമ്പ് അറിയപ്പെടുന്ന ആളുകൾ പോലും ഇവിടെ ഇല്ല. NCP അതല്ല. കോൺഗ്രസ് എസിൽ നിന്ന് ഒത്തിരി നാളുകളായിട്ട് ഇവിടെ ഭരണത്തിലും മറ്റൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കേരളത്തിലെല്ലാവർക്കും ഈ NCPയുടെ ചിഹ്നവും പരിചയമുണ്ട്. ഇതിലെ നേതാക്കന്മാരും ബാക്കിയുള്ള പാർട്ടിയെ കുറിച്ചും അറിയുന്നതാണ്. അത്തരമൊരു TMCക്കില്ല. TMC അതിപ്പോൾ അങ്ങനെ എത്ര ഇതുണ്ട് എന്നുള്ളത് ഇനിയിപ്പോൾ ഈ വരുന്ന ഇലക്ഷനിൽ കൂടെ മാത്രമാണ് തെളിയിക്കാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് അൻവറിൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളതിലുള്ള ചില ഇതിൽ ആകർഷമായിട്ടുള്ള കുറേ ആളുകളുണ്ട്. പിന്നെ മറ്റു പല പാർട്ടിയിൽ നിന്ന് താല്പര്യമില്ലാതെ നിന്നിരുന്ന ഒരാളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ലീഗിൽ നിന്നുകൊണ്ട് മറ്റു പല പാർട്ടികളിൽ നിന്നുണ്ട്, CPM നിന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഒരു
കുറഞ്ഞൊരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രവർത്തനമായിട്ടാണ് അന്ന് തുടങ്ങിയത്. അതിന് എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഇലക്ഷൻ വരുമ്പോൾ അത് മനസ്സിലാക്കുന്നത്. NCP എന്നുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിനൊരു വനം മന്ത്രിയുണ്ട് ശശീന്ദ്രൻ, അതുപോലെ MLA ഉണ്ട് തോമസ്, അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ. ശരിക്കും ഈ ശശീന്ദ്രനും തോമസും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയല്ല എന്നാണ് മാധ്യമ ലോകത്തൊക്കെ പൊതുവിൽ അറിയപ്പെടുന്നത്. അതിലെന്തെങ്കിലും വസ്തുതയാണ്? അല്ല, അതിൽ വിഷയം എന്താണെന്നുണ്ടെങ്കിൽ 2 വർഷത്തിന് ശേഷം മാറിക്കൊടുത്ത് മന്ത്രി മാറ്റം ഇതിന് മാറി തോമസ് വരണം എന്നുള്ളതുണ്ടായിരുന്നല്ലോ. പിന്നെ ചാക്കോ അതിനിടയ്ക്ക് വന്നപ്പോഴുള്ള വിഷയങ്ങളുണ്ട്. ചാക്കോയുമായിട്ട് രണ്ടാൾക്കും വിഭിന്നമായ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ചാക്കോ ഇപ്പോൾ കാര്യമായിട്ട് പബ്ലിക് ഡൊമൈനിൽ ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഒട്ടനവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചില നിർബന്ധമായി ഒരുമിച്ച് നിൽക്കേണ്ട ചിലതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുന്നുള്ളൂ മാത്രമായിട്ട് ഞാനൊരു കണക്കാക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ നിലപാടുകൾ ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞു. കാരണം പ്രത്യേകിച്ച് ഒരു ആരോടും തൊട്ടുകൂടായ്മയൊന്നുമില്ല. നമ്മളോട് ചേർന്ന് നിൽക്കാൻ കഴിയും, നമ്മളോട് മീൻസ് ഗ്രാമസ്വരാജിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ആരെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമായിരിക്കും സ്വീകരിച്ചത് എനിക്ക് തോന്നുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിരീക്ഷിച്ചൊരു കാര്യമായിരുന്നു, താങ്കൾ കോട്ടക്കൽ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. NCP സ്ഥാനാർത്ഥി LDFന്റെ ഭാഗമായിട്ട് മത്സരിച്ചിരുന്നു. അന്ന് താങ്കൾ ഒരു NGOയുടെ NANG ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഫൗണ്ടേഷന്റെ ചെയർമാനായിരുന്നു. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ പല വേദികളിലും ഒരു ചെയർമാൻ ഇതായിട്ട് കണ്ടു. ഞാനത് ശ്രദ്ധിക്കാൻ കാരണം ഗാന്ധി ജയന്തി ദിനത്തില് കേരളത്തിലെ തെരഞ്ഞെടുത്ത 5ഓളം കേന്ദ്രങ്ങളിൽ ട്രയാങ്കിളിന്റെ ബാനറിൽ വലിയ പരിപാടികൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ കൊച്ചി കലൂര് ഉള്ള റിന്യൂവൽ സെന്ററിൽ വെച്ച് ഒരു ഏകദിന ശില്പശാല നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ മുൻ ഗവർണർ ശ്രീധരൻപിള്ളയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി കൊച്ചിയിൽ നടന്നിരുന്നു. അതുപോലെ തന്നെ കലൂർ നടന്ന പരിപാടിയിൽ ജസ്റ്റിസ് കമാൽ പാഷ അതിന്റെ പ്രധാനിയായ ഒരാളായി ഉദ്ഘാടകനായിരുന്നു. ഈ പറയുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ശരിക്കും അതിലൂടെ അതിന്റെ ചെയർമാനായിരുന്നു കൊണ്ട് NCPയുടെ സംസ്ഥാന പ്രസിഡന്റായ MA മുഹമ്മദ് കുട്ടി എന്ന വ്യക്തി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ NCP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് തീർച്ചയായിട്ടും അതിന്റെ ദേശീയ നേതൃത്വം അതിന്റെ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ളൊരു അതിലൂടെ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ പൊളിറ്റിക്കൽ അല്ലാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. ജനങ്ങളിലേക്ക് സംവദിക്കേണ്ട, ജനങ്ങളുമായി തുറന്ന് സംസാരിക്കേണ്ട പലതും രാഷ്ട്രീയത്തിനപ്പുറം നമ്മൾ കാണേണ്ടതുണ്ട്. ഇതൊരു ചാരിറ്റബിൾ ഒരു NGO ഓർഗനൈസേഷനാണ്, സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് വ്യത്യസ്തമായ പല കാര്യങ്ങളും നമുക്ക് ഇത്തരം ഒരു നോൺ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകൾ മാത്രം നടത്താൻ പറ്റും. അത് NCPയുടെ ദേശീയ നേതൃത്വത്തിന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഈ പറയുന്ന ഈ ട്രയാങ്കിൾ എന്ന് ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ CPM-നും അതുപോലത്തെ സാഹിത്യവേദി, കേരള സാഹിത്യ പരിഷത്ത് പോലത്തെ KPSC അടക്കമുള്ള ഇതെല്ലാം ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനോട് വ്യത്യസ്തമായ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടത്തിയതാണ്. അപ്പൊ അതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലല്ല, നോൺ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ മാത്രം നടത്താൻ പറ്റുള്ളൂ. പിന്നെ ഒത്തിരി ഈ സോഷ്യോ കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ NGO എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ഞാൻ NAMKയുടെ തന്നെ വളരെയധികം പ്രവർത്തനങ്ങൾ കോട്ടയ്ക്ക് നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഒരു 38,000-40,000 വോട്ടിൽ നിന്ന് 15,000 വോട്ടിലേക്ക് എനിക്ക് താഴെ അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതൊരു പൊളിറ്റിക്കൽ കാര്യം ഒന്നും ചെയ്യാൻ പറ്റുന്നതല്ല അത്തരം പ്രവർത്തനങ്ങൾ. അപ്പൊ അതിൽ ജനങ്ങളെ ഇപ്പൊ ഞാൻ പറയുന്ന ഇപ്പൊ ഗ്രാമസ്വരാജിന്റെ ടേക്കപ്പ് ഇതെല്ലാം ഈ ട്രയാങ്കിളിലൂടെയാണല്ലോ. അപ്പോൾ അത് ഒരു അതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു NCPയുടെ ഒരു പരിപാടിക്കാണെങ്കിൽ ശ്രീധരൻപിള്ള കൊണ്ടുവരാൻ പറ്റും. ഒരു പൊളിറ്റിക്കൽ ഇതാണ്, അദ്ദേഹം ഒരു ഗവർണറാണ്. അതേപോലെ മറ്റൊരു വേദിയിൽ കമാൽ പാഷ പോലെ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള വേദികളും ആവശ്യമാണ്. കമാൽ പാഷ പങ്കെടുത്ത പരിപാടി ഒരു ബോധവൽക്കരണ ഏകദിന ശില്പശാലയായിരുന്നു. ശരിക്കും അത് നമ്മൾ ലക്ഷ്യം വെച്ച് എന്തായിരുന്നു? ഗ്രാമസ്വരാജ് എന്താണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മത്സരിക്കുന്ന ഒരാൾക്ക് ആ ഒരു മെമ്പറായിട്ട് വരികയാണെങ്കിൽ എന്തെല്ലാമാണ് ഈ പറയുന്ന അവിടെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ
അയാളുടെ കടമകൾ മാത്രമല്ല, ഒരു ഇലക്ഷനെ നേരിടുമ്പോൾ അയാൾ എങ്ങനെയായിരിക്കണം, ജനങ്ങളോട് അയാൾ പറയണല്ലോ. വോട്ട് നേടുമ്പോൾ വെറുതെ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥി എനിക്ക് വോട്ടെന്ന് ചോദിക്കുന്നതല്ല, ജനങ്ങളോട് സംവദിക്കുമ്പോൾ ഞാൻ എന്തിനു വേണ്ടി നിൽക്കുന്നു, എന്താണ് എൻ്റെ ഉദ്ദേശം, ഞാൻ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത്, അത് പറഞ്ഞിട്ടല്ലേ വോട്ട് കാണാൻ പറ്റുള്ളൂ. ആ പറയുന്നതിനെ കമ്മിറ്റ്മെന്റോടുകൂടി ഞാൻ കോട്ടയ്ക്കിൽ പറഞ്ഞ 4-5 കാര്യങ്ങളുണ്ടായിരുന്നു 2016. ആ 5 അതിന് ശേഷം കോവിഡ് വന്നപ്പോൾ അതുകൂടി അവിടെ കൃത്യമായിട്ട് ജയിച്ച MLA പോലും നടത്താത്ത കാര്യങ്ങൾ പറഞ്ഞ കമ്മിറ്റ്മെന്റ് മുഴുവൻ നടത്തിയിട്ടേ തോന്നുന്നുള്ളൂ. കോട്ടയ്ക്കിലെ ഒരാൾ പോലും അദ്ദേഹം ഇലക്ഷനിൽ പറഞ്ഞ ഒരു കാര്യം പോലും ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് പറയില്ല. 25 ജില്ല നടത്തിയിട്ടേ തോന്നിട്ടുള്ളൂ. ഒരാളും ചെയ്തിട്ടുണ്ടാവില്ല അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള. പറഞ്ഞ വാഗ്ദാനം മുഴുവൻ നിർവഹിച്ചു കഴിഞ്ഞു. ജയവും തോൽവിയും വേറെയാണ്, പക്ഷെ നമ്മൾ പറയുന്നത് നടത്താൻ കഴിയണം എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ നടത്തണമെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചില പറ്റിയിട്ടില്ല. അതാണ്. പക്ഷെ പാർട്ടിയുടെ അറിവോടും പാർട്ടി സമ്മതത്തോടും പാർട്ടിയുടെ തന്നെ ഒരു ഘടകക്ഷി എന്ന നിലയ്ക്ക് വേണ്ടി പറയാം. KPC അല്ലെങ്കിൽ ഇതുപോലെ പരിഷത്ത് അതുപോലെ തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ മറ്റു കാര്യം ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ട കാര്യമാണ്, ഗാന്ധി ജയന്തി ദിനത്തിൽ സാധാരണ രീതിയിൽ രാവിലെ വെള്ളയും ഒരു ചർക്കയിൽ മൂലൊക്കെ വിളിച്ച് രഘുപതി രാഘവ ആ സോങ്ങൊക്കെ വെച്ച് കുറച്ചു നേരം മൗനമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു പരിപാടികളാണ് പൊതുവെ ഗാന്ധി ജയന്തി ദിനത്തിൽ അല്ലെങ്കിൽ അന്നത്തെ ദിവസം ക്ലീനിങ് ഡേ ആയിട്ട് കൊണ്ടുപോകുന്നിരിക്കുകയാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തലയിൽ ഗാന്ധി തൊപ്പി ധരിച്ച്, കറുത്ത ടീഷർട്ട് ധരിച്ച്, കറുത്ത മുണ്ട് ധരിച്ച് ഒരു റാലിയായി വന്ന് ഒരു സ്ഥലത്ത് ഒത്തുചേർന്ന് അവിടെ മുൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രമുഖരായ മുൻ MLA-മാർ, MP-മാർ, അങ്ങനെയുള്ള വ്യത്യസ്തരായ ആളുകളെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം. 2-3 കാര്യങ്ങളുണ്ടാകും. ഒന്ന്, ഇന്ന് നമ്മുടെ യുവാക്കളിൽ അരാഷ്ട്രീയവാദം, രാഷ്ട്രീയത്തോട് ഒരു വിരക്തി, അതായത് മുഖ്യമായിട്ട് പറഞ്ഞാൽ ഇന്ന് രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിക്കാരാണ്, ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഇത് വിട്ടുനിൽക്കുന്ന ഒരു ഇന്ന് സമൂഹത്തിലുണ്ട്. മുൻപത്തേക്കാൾ അത് കൂടിക്കൂടി വരും. എന്നാൽ നല്ലൊരു വിഭാഗം ഈ കഞ്ചാവും ഡ്രഗ്സും. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ നമ്മുടെ അയൽ രാഷ്ട്രങ്ങളുണ്ടായിരുന്നു. നേപ്പാളിലടുത്ത് വേക്കപ്പ് നേപ്പാൾ എന്നുള്ള പരിപാടി, ജെൻസി ഷോ, അതേപോലെ തന്നെ ശ്രീലങ്കയിലുണ്ടായി, അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ. അത് ഇന്ത്യയിലുണ്ടാവാൻ പാടില്ല എൻ്റെ ഉദ്ദേശം. അപ്പൊ യുവാക്കൾക്ക് അരാഷ്ട്രീയവാദത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് രാഷ്ട്രീയമായി അവരെ ബോധവാന്മാരാക്കി രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു വ്യത്യസ്തമായ ഒരു പരിപാടി നടത്തുന്നത്. വ്യത്യസ്തം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങളോട് ചോദിക്കാൻ കാരണം എന്താ, മറ്റ് നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾ നടത്തിയെന്ന് ചോദിക്കുള്ളൂ. എന്തുകൊണ്ട് കറുത്ത മുണ്ടും ഒരു കറുത്ത ടീഷർട്ട് ഇട്ട് തലയിൽ കാലം തൊപ്പിയൊന്നും ചോദിക്കണമെങ്കിൽ ഒരു മാറ്റമുണ്ട്. എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിച്ചു. അപ്പൊ ആ ചോദ്യത്തിന് വേണ്ടിയാണ് അതിന്റെ ആശയം വിശദീകരിക്കേണ്ടത്. ഇന്ന് രാമസ്വരാജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗാന്ധി വിഭാഗത്തിൽ എനിക്ക് എത്തണമെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കണം. ആ മാറ്റം അനിവാര്യമാണെങ്കിൽ, ചോദ്യം ചെയ്യപ്പെടണമെങ്കിൽ യുവാക്കൾ തന്നെ ഈ അരാഷ്ട്രീയവാദം ഉപയോഗിച്ചുകൊണ്ട് മുന്നിലേക്ക് വരണം. അവരെ ശരിക്ക്, അതുകൊണ്ടാണ് അതിന്റെ ക്യാപ്ഷൻ പോലും വേക്കപ്പ് കേരള, ഉണരു യുവാക്കളെ എന്നിട്ടാണ് ഞാൻ ആ പരിപാടിയുടെ ക്യാപ്ഷൻ കൊടുത്തത്. അവരോട് ഉണരാൻ വേണ്ടി, ജെൻസിയുടെ ഒരു ഗവൺമെന്റിന് എതിരുള്ളതിന് പോകാനല്ല. ഇപ്പൊ തന്നെ നിങ്ങൾ ജാഗരൂകത, നിങ്ങൾ ഈ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ വന്ന് ഇതിന്റെ ഭാഗമായി രാഷ്ട്ര നിർമ്മാണത്തിന് നിങ്ങൾ മുന്നിൽ നിൽക്കണം. നിങ്ങളില്ലാതെ കഴിയില്ല എന്ന് കുറ്റം പറയുന്ന ആർക്കും പറയല്ലോ. അവർ രാഷ്ട്രീയക്കാരും മുഴുവൻ തെറ്റുകാരാണെന്ന് പറയുന്ന ആർക്കും പറയാം. പക്ഷെ അതല്ലേ വേണ്ടത്, നമ്മളതിന്റെ ഭാഗമായിട്ട് അതിനെ നല്ല രീതിയിൽ നയിക്കുന്നതിലേക്ക് വരിക. അതാണ് എൻ്റെ രാഷ്ട്രീയം. ഞാൻ അതിലൂടെ ഈ പറയുന്ന ആ ഒരു ഒക്ടോബർ 2 ഗാന്ധി എന്ന ദിവസം വ്യത്യസ്ത അത് ഞാൻ വിജയിച്ചു എന്ന് എനിക്ക് വിശ്വാസം. തീർച്ചയായിട്ടും വളരെ അഭിനന്ദനീയമാണ്. കാരണം വെച്ചാൽ പല ഘട്ടത്തിലും പലരും ഒരു ആരംഭശൂരത്വം എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പല ഓർഗനൈസേഷൻ, പല സംവിധാനങ്ങൾക്കും തുടക്കം വെക്കാറുണ്ട്. കാരണം ഡൽഹിയിലൊക്കെ ആണെങ്കിലും ആപ്പിന്റെ രൂപീകരണ കാലത്തിന് മുമ്പ് അണ്ണാ ഹസാരെ പോലുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങി വച്ചോടത്ത് അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ട്. ഇത് തുടർന്നും മുന്നോട്ടുണ്ടാവും? അത് തുടക്കം മാത്രമാണോ? അതോ NAMK ഫൗണ്ടേഷൻ നോൺ പ്രോഫിറ്റ് അലയൻസ് ഫോർ മിഷൻ കോട്ടക്കൽ എന്ന് പറഞ്ഞാണ്. പലർക്കും തെറ്റിദ്ധാരണ NAMK എന്നെ മൂന്നൂട്ടി എന്നാണോ എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ അതല്ല, എന്റെ നോൺ പ്രോഫിറ്റ് അലയൻസ് ഫോർ മിഷൻ കോട്ടക്കൽ എന്നാണ് അതിന്റെ. കോട്ടക്കലിന് വേണ്ടിയിട്ട് ഒരു പേര് കൊണ്ടുപോകുന്നത്.
പക്ഷെ അത് പിന്നീട് പല ചാരിറ്റബിൾ ദൗത്യം ഒന്ന് നിലനിർത്തിക്കൊള്ളും. അതിൽ വ്യത്യസ്തമായ ഒരു പ്രവർത്തനമായിരുന്നു അതുണ്ടായത്. പക്ഷെ അതല്ല, ഇത് കുറച്ചുകൂടി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ടുവന്നുകൊണ്ട് ഒരു മാറ്റം സൃഷ്ടിക്കാൻ കേരളത്തിനെ, അതിനുവേണ്ടി ഒരു പാട്ട് തന്നെ തയ്യാറാക്കി ചെയ്തിട്ടുണ്ട്. മറ്റൊരു പാട്ട് യുവാക്കൾക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പഠിത്ത് വരാൻ പോകും. അത് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടും ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താവും. ഇന്ത്യയെ, അതായത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ അതാണ് ഇപ്പൊ അതെ, കേരളത്തെ ഒരു മാറ്റങ്ങൾ കൊണ്ട് സെൽഫ് സഫിഷ്യൻ്റായി തൊഴിലവസരങ്ങളുള്ള നല്ലൊരു സംസ്ഥാനമായി മാറ്റണമെങ്കിൽ ഇവിടെ പല ചേഞ്ചസും ആ ചേഞ്ചസിനുള്ള തുടക്കം അത് തുടങ്ങുന്നു. സംശയമാണ്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്നതിലുപരി ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ വേരോട്ടമുള്ള അല്ലെങ്കിൽ പാരമ്പര്യം അവകാശപ്പെടാവുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശക്തമായ മുന്നേറ്റങ്ങളാണ് ദേശീയ തലത്തിൽ തന്നെ നടത്തിയിട്ടുള്ളത്. NDAയുടെ ഭാഗമായും കേരളത്തിൽ LDFന്റെ ഭാഗമായും അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റയ്ക്ക് നിന്നും എല്ലാം ശക്തി തെളിയിച്ചിട്ടുള്ളതും അധികാരം പങ്കിട്ടുള്ളതും അനുഭവ സമ്പത്തുമുള്ള ഒരു പാർട്ടിയാണ് NCP. ഇതിന്റെ NCPയുടെ പ്രവർത്തന ശൈലി, നിലവിലെ നിലപാട്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ സ്റ്റാൻഡ്, അതോടൊപ്പം തന്നെ ചാരിറ്റിപരമായ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും വ്യത്യസ്തമായി, അതല്ലെങ്കിൽ ഗാന്ധിയുടെ പ്രവർത്തികളും അല്ലെങ്കിൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഗ്രാമസ്വരാജ് അടക്കമുള്ള കാര്യങ്ങൾ അപരവൽക്കരിക്കപ്പെടുമ്പോൾ തികച്ചും വ്യത്യസ്തമായ നിലപാടുകളുമായി മുന്നോട്ട് നീങ്ങുന്ന NCPയുടെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ NA മുഹമ്മദ് കുട്ടിയാണ് നമ്മളോട് നിലപാടിൽ ഇതുവരെ സംബന്ധിച്ചത്. നിലപാടിന്റെ ഈ പുതിയ പരിപാടിയിൽ പങ്കെടുത്തതിന് എല്ലാവിധ ഭാവുകളും നേരിയാണ്. തുടർന്നും താങ്കളുടെ പ്രവർത്തനങ്ങളും പാർട്ടിയുടെ നീക്കങ്ങളും മുന്നോട്ട് പോകട്ടെ എന്ന് നിലപാട് ആശംസിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി.